ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നു. എല്ലാവരുടെയും പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ യൂസ് ചെയ്ത് പരിചയമുള്ള കുറച്ച് ടെലിഗ്രാം ചാനൽസ്. ഒരുപാട് നാളായിട്ട് പി എസ് സിയിലുള്ളവർക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ചാനൽസ് തന്നെയായിരിക്കാം. പക്ഷേ ആദ്യമായിട്ട് അല്ലെങ്കിൽ ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അധികം ലാഗ് അടിപ്പിക്കാതെ ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വോക്കപ്പ് സ്പീഡിയാണ്. അപ്പോൾ വോക്കപ്പ് സ്പീഡിയിൽ ഞാൻ പറയാൻ കാരണം അവരുടെ PDF നോട്ട്സ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള നോട്ട്സാണ്. ജനറൽ ടോപ്പിക്സ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും വളരെ നല്ല നോട്ട്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF ആയിട്ട് അവർ നമുക്ക് മെയിൻ ടോപ്പിക്സൊക്കെ ജനറൽ ടോപ്പിക്സൊക്കെ PDF തരാറുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ഒരുപാട് റിസർച്ച് നടത്തി തയ്യാറാക്കുന്ന നോട്ട്സാണ്. അപ്പം നമ്മളത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു നമ്മളിപ്പോൾ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും കൂടുതലും, അല്ലെ? ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവരുടെ തന്നെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇനിയിപ്പോൾ അതെടുക്കാത്ത വേറെ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരാണെങ്കിലും ഇവരുടെ ചാനലും കൂടി ഫോളോ ചെയ്ത് ഇവരുടെ നോട്ട്സ് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലിഗ്രാം ചാനലാണ്. ആ ചാനൽ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് PYQs ആണ്. അപ്പം ഒരു PSC എക്സാമിൽ PYQസിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോർഷനാണ് PYQ എന്ന് പറയുന്നത്. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറയുന്നത്. വളരെ അപ്ഡേറ്റഡ് ആണ്, വളരെ ഓർഗനൈസ്ഡ് ആണ്. കറക്റ്റായിട്ട് അവർ PYQs ഇട്ട് പോകാറുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് മലയാളം ഫസ്റ്റ് ബെൽ എന്ന ടെലിഗ്രാം ചാനലാണ്. അതും വളരെ നല്ലൊരു ചാനലാണ്. മലയാളത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സോഴ്സ് നോക്കി പോവേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഒരുപാട് വോയിസ് ക്ലാസ്സുകൾ അതിനകത്തുണ്ട്. PDF നോട്ട്സ് ആയിട്ടില്ല, പക്ഷെ വോയിസ് ക്ലാസ്സുകളാണ്. നമ്മൾ വെറുതെ കേട്ടിരുന്നാൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യുന്ന തരത്തിലാണ് അതിനകത്തെ നിമി മിസ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ആനുകാലികമാണ്. ആനുകാലികം എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലാണ്. അതായത് കറണ്ട് അഫെയറിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ പത്രവാർത്തകൾ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലും കറണ്ട് അഫെയറിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പത്രവാർത്തകൾ എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ അവർ പേപ്പർ കട്ടിങ്സ് അതേപോലെ തന്നെ ഇടുകയാണ്. അപ്പം നമുക്ക് പത്രം വായിക്കുന്ന ആ സെയിം ഒരു ഫീലാണ് നമുക്ക് അത് കിട്ടുക. ഇപ്പോൾ പത്രം വായിച്ച് സമയമില്ലാത്തവർക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്താൽ മതി. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും അത് ആ സെയിം കട്ടിങ്സ് ആയിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ പത്രം വായിച്ച സെയിം ഫീലാണ് നമുക്ക് കിട്ടുക. പിന്നെ എനിക്ക് പറയാനുള്ളൊരു ചാനൽ ട്രിക്ടേൺ ആണ്. ട്രിക്ടേണിൻ്റെ ടെലിഗ്രാം ചാനൽ എന്ന് പറയുമ്പം യൂട്യൂബ് ചാനലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അത് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുവാണെങ്കിൽ മാത്സിന് വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ നോട്ട്സും PDF നോട്ട്സും വർക്കൗട്ട്സും ഒക്കെ സാർ ഇടുന്നത് ഈ ട്രിക്ടേൺ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിലാണ്. അപ്പം ഇത്രയാണ്, വളരെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം നമ്മൾ ഫോളോ ചെയ്താൽ ഒരുപാട് ടെലിഗ്രാം ചാനൽസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇത്രയും ഞാൻ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. എന്തായാലും 100% ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള എനിക്ക് ഉറപ്പുള്ള ചാനൽസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.